ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ അവരോഹണം നമുക്ക് വിനയത്തിൻ്റെ പ്രതീകമാണെങ്കിൽ അവൻ്റെ ആരോഹണം മഹത്വത്തിൻ്റേതുമാണ്. ദൈവത്തിൻ്റെ മാനുഷീകരണത്തിൽ സൃഷ്ടിയെ അതിൻ്റെ ബലഹീനാവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി മഹത്തരമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന അനുഭവമാണ് ഇവിടെ പറയുന്നത്. മനുഷ്യനായി തീരുന്നതിന് മുമ്പ് ക്രിസ്തുവിന് ദൈവത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഉയർന്ന ഒരവസ്ഥ ലഭിച്ചു എന്ന് ഇതിനർത്ഥമില്ല. ദൈവാവസ്ഥയിൽ നിന്നും ഉയർന്ന മറ്റൊരവസ്ഥയില്ലാത്തതാണ് അതിന് കാരണം. തന്നെത്താൻ താഴ്ത്തിയവൻ ഉയർത്തപ്പെടുമെന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-11 വിനയത്തിൻ്റെ മഹത്വഫലമാണ് ഇവിടെ അന്വർത്ഥമായത്. സൃഷ്ടി മുഴുവനും പുത്രനാം ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ കൂടി ക്രിസ്തുവിലൊന്നായി വിധേയപ്പെടുക എന്നത് സൃഷ്ടിയുടെ ആരംഭവും രക്ഷയുടെ ഉറവിടവുമായ പിതാവാം ദൈവത്തിൻ്റെ മഹത്വമാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്നതുകൊണ്ട് സൃഷ്ടിയുടെ മുഴുവനും രക്ഷാകാരണമായ ക്രിസ്തുവിലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. യേശുവിന് തനതായ ഒരു നാമമില്ല. അത് പിതാവിനും പരിശുദ്ധാത്മാവിനും പൊതുവായ ഒറ്റ നാമമാണ്, നാമങ്ങളല്ല. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-19 പറയുന്നത് പിതാവിൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെയോ ആരുടെ നാമം ഉപയോഗിച്ചാലും തൃത്വനാമത്തിൽ എന്ന് സ്പഷ്ടം. യേശുവിനെ ദൈവമല്ലാതാക്കി കാണിക്കുവാനോ തരം താഴ്ത്തി കാണിക്കുവാനോ ഈ വാക്യം ഉപയോഗപ്പെടുത്താവുന്നതല്ല. ആദിമസഭയുടെ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും രക്ഷയുടെ അനുഭവത്തിൽ പ്രപഞ്ചം മുഴുവനും ഉൾപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ അധീശത്വമാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ വിനയത്തിൻ്റെ മകുട ഉദാഹരണമായി ക്രിസ്തുവിനെ ഇതിലൂടെ നാം അനുഭവിക്കുകയാണ്. ലോകം നമ്മോട് മറ്റുള്ളവരെ താഴേക്ക് തള്ളി മുകളിലേക്ക് കയറുവാൻ നമ്മോട് പറയുമ്പോൾ ദൈവത്താൽ ഉയർത്തപ്പെടുന്നതിനുള്ള യഥാർത്ഥ പാത സ്നേഹത്താൽ മറ്റുള്ളവരെ സേവിക്കുവാൻ മനസ്സോടെ നമ്മെ തന്നെ താഴ്ത്തുക എന്നതാണ്. അതാണ് ക്രിസ്തു തരുന്ന പാഠം. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന ഫിലിപ്പിയ ലേഖനം 2-10 വരെയുള്ള തിരുവചനങ്ങൾ നമ്മിൽ കൂടി അന്വർത്ഥമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.